എലിയിലേക്ക് വന്നിപ്പോണ്ട് ഡ്രാഗനായിട്ട് കൂട്ടിയിടിച്ച് ഇല്ല പൊളിച്ചില്ല. ഒറ്റയ്ക്കാ കൊമ്പം വന്നില്ലെന്ന് ഏതോ ഒരു പയ്യനെ മാത്രം പറഞ്ഞു കേട്ടാ. ഒരു പയ്യനെ മാത്രം പറഞ്ഞു വിട്ടേട്ടാ. ഇല്ല വന്ന് ബാക്കിയുള്ളവരെ വണ്ടി പിടിച്ചു കേട്ടാ. ഞാൻ കൂളാണ്. അത് കൊള്ളാടാ ജിഗ്രോമാരെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വണ്ടിയിലാണ് ഒരു കാര്യം പറഞ്ഞായിരുന്നു അവന്മാര്. 30 സെക്കൻഡ് ഓക്കെ സംസാരിക്കും സാർ. അണ്ണാ ഞാൻ കാര്യം പറയട്ടെ. അണ്ണാ ഈ ഒരുത്തന്റെ അടുത്ത് ഇല്ല ഞാൻ പറയട്ടെ, ഈ ഒരുത്തന്റെ അടുത്ത് ചിരിക്കണോ അണ്ണാ? എടാ ചോദിക്കട്ടെ, എടാ മിനിമം സിറ്റുവേഷൻ ഉള്ളവരെ കൊണ്ടുവരണോടാ. അണ്ണാ അത് മിനിമം സിറ്റുവേഷൻ അല്ലല്ലോ ജിപ്സി വെറുതെ വൾഗറാക്കല്ല, ഞാൻ കൂടെ ഡീൽ ചെയ്യാം. എടാ നിന്റെ കൂടെ മീറ്റിംഗ് ഉണ്ട് ബ്രോ. ഇല്ല ഒരു സെക്കൻഡ് ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തേട്ടാ ബ്രോക്ക്. ഒരു സിറ്റുവേഷൻ വരുമ്പോ ബ്രോ മീറ്റിംഗിന് വന്ന് സംസാരിക്കാൻ പറ്റത്തില്ല നിനക്കൊന്നും. ബ്രോ നമ്മൾ അല്ലാത്തപ്പോ വഴി മുതുകിലൊക്കെ കാണുമ്പോ നിനക്ക് 4 നാക്കാണല്ലോടാ. നിന്റെയൊക്കെ ലീഡറിനും കോ ലീഡറിനും ഒക്കെ ഹലോ ബ്രോ, ഇതിപ്പോ നമ്മള് ഹലോ ഇപ്പൊ നമ്മള് ബാക്കി പറയാം. മീറ്റിംഗ് വിളിക്കാൻ അല്ല ബ്രോ ബ്രോ ഞാൻ കാര്യം പറയട്ടാ. ഇത് ബ്രോ ബേസിക് ആണ്. നമ്മൾ ഈ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ സംസാരിക്കാനാണ്. അതായത് എന്തിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഫർദർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനാണ് മീറ്റിംഗിൽ വരാൻ പറഞ്ഞത്. അപ്പൊ ബ്രോയ്ക്ക് ഒറ്റയ്ക്ക് വരാനാണെങ്കിൽ ഇപ്പൊ എല്ലാ സിറ്റുവേഷൻ അങ്ങനെ വന്നാൽ പോരെ ഒറ്റയ്ക്ക് ആർക്കെങ്കിലും. അപ്പൊ ബ്രോയ്ക്ക് കൂടെ മീറ്റിംഗിന് ആ സിറ്റുവേഷൻ പറഞ്ഞാ പോരെ. എന്താണ് ആള് വേണം പറഞ്ഞിട്ടില്ല. മിനിമം സിറ്റുവേഷൻ ഉള്ളവർ വരണം. ഓക്കെ ബ്രോയ്ക്ക് അപ്പൊ ഓക്കെ ഞാൻ കാര്യം ചെയ്യട്ടെ. ബ്രോയ്ക്ക് സിറ്റുവേഷൻ പറയാൻ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ബ്രോ ഇപ്പൊ വന്നുകൊണ്ട് ഓക്കെയാണ് ഞങ്ങൾക്ക്. ശരി, ഞാനിവിടെ ഉണ്ടായിരുന്നു. കണ്ണാപ്പിയായിട്ട് സംസാരമായി. സംസാരമായില്ല ബ്രോ, സംസാരമായില്ല. സ്റ്റാർട്ടിങ് ഒക്കെ അറിയാലോ എന്താ ഉണ്ടായത്. ബ്രോ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞ റീസൺ ഞാൻ പറഞ്ഞുതരാം. ചന്ദ്ര ഒരു മിനിറ്റ്. ബ്രോയ്ക്ക് പറയാൻ മടിയുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ വിളിച്ചോണ്ട് വരണം. അറിയാലോ എന്ന് പറയണേ. ആദ്യം തൊട്ട് പറ, സിറ്റുവേഷൻ കേൾക്കട്ടെ. ഞങ്ങള് ആദ്യം തൊട്ട് പറ. ഒറ്റയ്ക്ക് വന്നതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ബ്രോ ചിരിച്ചതിനാണ് ഈ സിറ്റുവേഷൻ തുടങ്ങിയതാണ് ഞങ്ങൾ അറിഞ്ഞത്. ബ്രോ സീരിയസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞങ്ങളിപ്പം ടീടെ നിന്ന് കഴിഞ്ഞാലും ഇപ്പൊ കണ്ണാപ്പി ആയാലും 2-3 ആൾക്കാരുണ്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാൻ, അല്ലാതെ നിങ്ങൾ റേഡിയോയിൽ കോൾ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ആനയാണോ? നമ്മൾ ആനയുടെ പാട്ടിട്ട ട്രിഗർ ആണ്. ആന വല്ലോ ആണോ? ഹലോ ബ്രോയ്ക്ക് അറിയാം നിങ്ങൾ എങ്ങനെയാ ട്രിഗർ ആക്കുന്നത്. അതെന്താ ഈ തൃശ്ശൂർ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല? ആന ഇളക്കുന്ന ഞങ്ങൾ ഉത്സവത്തിലൊക്കെ പോകുന്ന ആൾക്കാരെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ടാർഗറ്റ് ചെയ്തിട്ട് അതാ പറഞ്ഞ ബ്രോ, നമ്മൾ ആന പ്രേമികളാണ്. നമുക്ക് ആനയുടെ വീഡിയോ ആനയുടെ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ കേൾക്കും. ഇവന്മാര് ചുമ്മാ സംസാരിച്ച് എമാർക്ക് സമയമൊന്നുമില്ല. എമാര് ചുമ്മാ സംസാരിച്ച് ടൈം എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇല്ല അല്ലാണ്ട് ഇവന്മാർക്ക് ഇതല്ല ഇവന്മാർ നമ്മൾ ഈ കണക്കുന്നല്ല അമ്മമാരുടെ ടൈമാ. അമ്മ റെഡി. ഇത് നമുക്ക് 15 മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇത് സംസാരിച്ച് ഇനി സംസാരിക്കണ്ട. എടാ ഡൊമിനിക്ക് ഇവിടെ കൊണക്കുള്ള സ്ഥലമല്ല കേട്ടോ, നിനക്ക് സ്ഥലം മാറിപ്പോയെന്ന. എടാ നീ ഡൊമിനിക്കാണോ ഇത്? എടാ നീ കുറച്ചു നേരം നിന്റെ വായ ചവിട്ടി കീറിയ മനസ്സിലായ? നീ കൊണക്ക
കൊണക്കാന്നിട്ട് മനസ്സിലായടാ നിർത്തറ കൊണക്കണ ഡൊമനിക്ക് കൊണക്കാൻ വന്നെങ്കിൽ വേറെ പോയി കൊണ അഡ്വിനെ സിറ്റുവേഷൻ പറയുന്നില്ല അവര് അതെ ബ്രോ ഞങ്ങൾക്ക് സിറ്റിയിലെ സിറ്റിയിൽ സിറ്റുവേഷൻ എടുക്കാം, നമുക്ക് പല സിറ്റുവേഷൻ എടുക്കാം. ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കാൻ പറഞ്ഞു അതൊക്കെ എന്തൊരു സീനാണ് ബ്രോ. ചിരിച്ചല്ല ബ്രോ, അവൻ പറഞ്ഞാണ് നമ്മളൊരാൾ നിൽക്കുന്ന സമയത്ത് നിനക്ക് നീ എന്താ ഇവിടെ നിനക്ക് വല്ല വീട്ടിൽ പോയിരുന്നിട്ടാന്നൊക്കെ പറഞ്ഞ് റേഡിയോ കോൾ സംസാരിക്കും ഉണ്ടായിരിക്കും. എടാ ഒരാളെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ നമുക്ക് കേട്ടാ നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അങ്ങനെയൊന്നുമില്ല. എയർപോർട്ട് വെച്ച് സംസാരിച്ചോണ്ട് പോകണം, ഒരുത്തും ബ്രോ അടുത്ത് സംസാരിക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെ തന്നെ പാട്ടിട്ടാലും മറ്റേ ചിരിച്ചാലും റേഡിയോയിൽ കോൾ കൊടുത്താൽ തല്ലാൻ നീക്കാര് ഗുണ്ടകളോ സിറ്റിയില്? സമയം മതി. നിങ്ങൾക്ക് നേരെ വന്നതിനൊക്കെ 10-14 വട്ടം തല്ലി വിട്ടിട്ടുണ്ട്. എടാ മതിയുടെ എമർ ഇത്ര സമയമൊക്കെ മതിയടാ കൊടുത്ത കണ്ണാപ്പി 15 മിനിറ്റ് കൊടുത്തിട്ട് ഇറങ്ങിയേ. പക്ഷെ 13 വേഷം കൊള്ളണം ബ്രോ. ഈ ഭൂപോ ആരും പേടിയില്ല ഇവിടെ ഉള്ള. ഹലോ ഇതെന്താ പട്ടിയാണ് ഇവിടെ കൈ നോക്കിക്കണേ? അങ്ങനെ ഒരാളുണ്ടോ നിങ്ങളുടെ എന്റെ പേര് അത് വായിക്കാൻ കുറച്ച് വ്യത്യാസം. എന്തോ വാലെടുത്തോ പോടാ മണ്ണ വാസന എവിടെ വാസന സംസാരിക്കണ്ട എമാർക്ക് എന്താ ചെയ്യട്ടെ? ഞാൻ നിന്റെ അടുത്ത് സിറ്റുവേഷൻ ബോബോയ് വെറുതെ നമ്മളെല്ലാരും വെറുതെ നിൽക്കുന്ന സമയത്ത് അവൻ വന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറയണ എന്താ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുള്ള അത്രയൊന്നും പറ്റത്തില്ല ബ്രോ. മനസ്സിലായില്ലേ ബ്രോ ഞാൻ വെറുതെ നിന്നപ്പോ ഞാൻ വെറുതെ നിൽക്കോ ഞാനും കിച്ച് എസ് എന്ന് പറയുന്നത് നമ്മള് 3 പേര് അവിടെ നിൽക്കുമ്പോഴത്തേക്കും ബ്രോ ഇവിടേക്കാണോ വന്ന് നിൽക്കുന്നത്, പോയി വീട്ടിൽ പോയി നിന്നോടെ എന്ന് പറയുമ്പോഴത്തേക്കും ചുമ്മാ ടൈം വേസ്റ്റ് അല്ല അപ്പൊ 3 പേര് കഴിവില്ലാത്തവന്മാരായിരുന്നു. അണ്ണാ ഇത് സംസാരിച്ചോണ്ടിരുന്ന അവന്മാരും വാദിക്കും, നമ്മളും ചുമ്മാ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കും. മതി നമ്മള് സംസാരിച്ച് കുണച്ച് കഴിഞ്ഞ് ടൈം കൊടുത്തിട്ട് വിടാ അവന്മാരെ. എമ്മ ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യണ അവന്മാർ ഇവിടെ ഇരുന്നിട്ട്. ഞാൻ പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ കൂളായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സോറി കേട്ടോ. ഓക്കെ ബ്രോ. അപ്പൊ പ്രീവാറിന് നിങ്ങൾ എല്ലാവരും തോറ്റില്ല. അപ്പൊ എങ്ങനെയാണ് ബാക്കി എങ്ങനെയാ? നിങ്ങൾ ആളുണ്ടാ? ഓക്കെ അപ്പൊ എത്ര 15 മിനിറ്റ് ബ്രോ. അപ്പൊ ഓക്കെ ബ്രോ 15 മിനിറ്റ് ഷാർപ്പ്. 1 മണി അയ്യോ അണ്ണാ അയ്യോ മാറി അണ്ണാ ഒന്ന് പറഞ്ഞേ കറക്റ്റ് സമയം പറഞ്ഞേ. 15 മിനിറ്റ് 12:46. ചന്ദ്രൻ ഒരു കാര്യം കൂടെ ക്ലാരിഫൈ ഉണ്ടേ. ബോബോ എങ്ങനെ വിളിച്ചിട്ടുണ്ടേ ബ്രോ? അത് 24 മണിക്കൂർ മുമ്പ് നടന്ന സിറ്റുവേഷൻ. അതെടുത്ത് ഇത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബ്രോയ്ക്ക് തന്നെയാണ് അത് മനസ്സിലായ. സമയമില്ല എടാ നിന്റെ വണ്ടി നിന്നോട് വേണമെങ്കിൽ എടുത്തോണ്ട് വാട്ടാ. പറയണേ എന്താ കരയണ? ഇത് ട്രിഗർ ആവണെന്തിനാ? ട്രിഗർ ആവണെന്തിനാ? നീ ട്രിഗർ ആവണെന്തിനാ? എന്താ ട്രിഗർ ആവണെന്തിനാ നീ? നിന്റെ നട്ടലില്ലാത്ത അവനെന്താ വരാഞ്ഞേ? ലൈറ്റിലല്ലടാ വണ്ടിയില്, വായിലാണോ നിന്റെ? എടാ വാ കേറ് കഴിച്ചിരിക്കുക. എടാ 12:46 വാറ്